സ്വാഗതം നിലപാടിലേക്ക്. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്താലോ മോദിക്കൊപ്പം കേക്ക് കഴിച്ചാലോ സംഘപരിവാരം ക്രിസ്ത്യാനികളോട് കൂട്ടുകൂടുമെന്നും ഗോൾവൽക്കറുടെ ക്രിസ്ത്യൻ വിരുദ്ധ സിദ്ധാന്തങ്ങളെടുത്ത് മച്ചിൽ വയ്ക്കുമെന്നും വിചാരിച്ചിരുന്ന നിഷ്കളങ്ക മനുഷ്യരെ നിങ്ങളുടെ തലയിൽ അടികിട്ടിയ വാരമാണ് കടന്നുപോകുന്നത്. ക്രിസ്ത്യാനികളുടേത് വിദേശ ആശയമാണെന്നും ഇവിടെയുള്ള പുരോഹിതരും കന്യാസ്ത്രീകളുമെല്ലാം ക്രിസ്തു മതത്തിൻ്റെ വ്യാപനത്തിനായുള്ള അന്താരാഷ്ട്ര പ്രസ്ഥാനത്തിൻ്റെ ഏജന്റുമാരാണെന്നും പ്രഖ്യാപിച്ച പ്രത്യയശാസ്ത്രമാണ് ഇന്നവരെ വർദ്ധിത വീര്യത്തോടെ വേട്ടയാടുന്നത്. കേരളത്തിൽ കേക്കുമായി വീട്ടിലെത്തുന്ന BJP നേതാക്കൾ പള്ളിയിലെത്തി മാതാവിൻ്റെ തിരുരൂപത്തിൽ കിരീടമണിയിക്കുന്ന സ്ഥാനമോഹികൾ. അവർ രാജ്യത്താകമാനമുള്ള സംഘപരിവാര സമീപനത്തിൻ്റെ പ്രതിനിധികളല്ല. ദേശീയ തലത്തിൽ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനത്തോടും അവരുടെ വിശ്വാസാചാരങ്ങളോടും ആഘോഷങ്ങളോടും വർഗീയ പരിവാരത്തിന് ഒരൊറ്റ സമീപനമേ ഉള്ളൂ. അതാണ് നാം ഛത്തീസ്ഗഡിൽ കാണുന്നത്. അതാണ് നാം കാന്തമാലിൽ കണ്ടത്, ഒഡീഷയിൽ കണ്ടത്, ഇനിയും ഒരു പക്ഷേ കാണാനും പോകുന്നത്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ വിഷം തുപ്പിക്കൊണ്ട് അധിക നടപടികളുമെല്ലാം. 20 വയസ്സിൽ താഴെയുള്ള 3 ആദിവാസി പെൺകുട്ടികളെ ജോലി വാഗ്ദാനം ചെയ്ത് ആഗ്രയിലേക്ക് മതപരിവർത്തനത്തിനായി കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് ആരോപണവും കേസും. അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റിൻ്റെ അംഗങ്ങളാണ് പിടിയിലായ കന്യാസ്ത്രീകൾ. പെൺകുട്ടികളെ ആഗ്രയിലെ ഫാത്തിമ ആശുപത്രിയിൽ ജോലിക്കായി കൊണ്ടുപോവുകയായിരുന്നുവെന്നും പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ സമ്മതപത്രം ഉണ്ടായിരുന്നുവെന്നും കന്യാസ്ത്രീകൾ വ്യക്തമാക്കുന്നു. പക്ഷേ അവയൊന്നും അക്രമകാരികളായ ബജ്രംഗ് ദൾ സംഘം പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, അവർ കന്യാസ്ത്രീകളെയും പെൺകുട്ടികളെയും ചോദ്യം ചെയ്യുകയും അധികാരഭാവത്തോടെ അവരുടെ ബാഗുകൾ പരിശോധിക്കുകയും ചെയ്തു. പോലീസിൻ്റെ സാന്നിധ്യത്തിൽ കന്യാസ്ത്രീകൾക്കും പെൺകുട്ടികളുടെ സഹോദരനായ സുക്കമൻ മാണ്ഡവിക്കും നേരെ കയ്യേറ്റം നടത്തുന്ന നില പോലും ഉണ്ടായി. സംഭവം വലിയ വാർത്തയായതോടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതി. അറസ്റ്റ് നടപടി അന്യായമാണെന്നും ഉടൻ ഇടപെട്ട് നീതി ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സംഘപരിവാർ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വയ്ക്കുകയാണെന്നും ഈ സംഭവം അവരുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള UDF LDF MPമാർ പാർലമെൻറ്റിൽ പ്രതിഷേധിച്ചു. രാഹുൽ ഗാന്ധി സംഭവത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ BJP RSS ആൾക്കൂട്ട ഭരണം എന്ന് വിശേഷിപ്പിച്ചു. എന്നാൽ ഛത്തീസ്ഗഡ് സർക്കാർ ഈ മുറവിളികളോടൊന്നും ഒരു നിലയ്ക്കും വഴങ്ങിയില്ല. നാരായൺപൂരിലെ 3 പെൺകുട്ടികളെ ജോലി വാഗ്ദാനം ചെയ്ത് മതപരിവർത്തനത്തിനായി ആഗ്രയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്നും അറസ്റ്റിൽ തെറ്റൊന്നുമില്ല എന്നുമാണ് ഛത്തീസ്ഗഡിലെ BJP മുഖ്യമന്ത്രിയുടെ നിലപാട്. പെൺകുട്ടികളുടെ സുരക്ഷ പരിഗണിച്ചുകൊണ്ട് സ്വീകരിച്ച നടപടി എന്നാണ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് പോലീസ് നടപടിയെക്കുറിച്ച് പറഞ്ഞത്. സംഭവം വിശദീകരിക്കാൻ വിഷ്ണുദേവ് പ്രധാനമന്ത്രിയെ നേരിട്ട് കാണുകയും ചെയ്തു. അതിനിടെ കേരള BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്തോ മതപരിവർത്തനമോ ഒന്നും നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നത് കൗതുകമായി. പെൺകുട്ടികളെ കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളിലെ ചില പ്രശ്നങ്ങളുടെ പേരിലുള്ള അറസ്റ്റ് മാത്രമാണെന്നും തെറ്റിദ്ധാരണയാണ് ഇതിന് കാരണമെന്നുമൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ രാജീവ് കിണഞ്ഞ് പരിശ്രമിച്ചു. ഷോൺ ജോർജും S സുരേഷും ജയിലിൽ അടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകളുടെ വീട്ടിൽ പോയി കുടുംബത്തിൻ്റെ വിശ്വാസം സമ്പാദിക്കാൻ ശ്രമിച്ചു. ന്യൂനപക്ഷ മോർച്ചയുടെ ഒരു നേതാവും ബന്ധുക്കളെ കാണാൻ വീട്ടിലെത്തി. എല്ലാം പരിഹരിക്കാൻ BJP ശരിയായി പ്രവർത്തിക്കുന്നുവെന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം മുതലെടുപ്പിന് ശ്രമിക്കുന്ന അവസരവാദികളാണെന്നും കേരള BJPക്കാർ ഉറക്കെ പറഞ്ഞു, ആവർത്തിച്ചു പറഞ്ഞു. കോൺഗ്രസ് അവരൊരു അവസരവാദ രാഷ്ട്രീയം ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം. ഏത് സമുദായമാണെങ്കിൽ, നമ്മുടെ മലയാളി സമുദായത്തിൽ ആരാണെങ്കിലും അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും കഷ്ടങ്ങളും പരിഹരിക്കാൻ BJP മാത്രമേ ഇറങ്ങുന്നുള്ളൂ. മറ്റേ പാർട്ടികൾ ഇവരുടെ കഷ്ടവും ഇവരുടെ വിഷമവും ഇവരുടെ വേദനയുകൊണ്ട് ഒരു അവസരവാദ രാഷ്ട്രീയം ചെയ്യാനാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ. അനൂപ് ആന്റണി എന്ന നേതാവിനെ ഛത്തീസ്ഗഡിലേക്ക് പറഞ്ഞുവിട്ട രാജീവ് ചന്ദ്രശേഖർ അവിടുത്തെ BJP നേതാക്കൾക്കൊപ്പം അനൂപിനെ നിർത്തി ചില പടങ്ങൾ എടുപ്പിച്ച് എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനും ശ്രമിച്ചു. എന്നാൽ ഒന്നും ശരിയായില്ല. ഛത്തീസ്ഗഡിലെ BJPയുടെ നിലപാടിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല. അവിടുത്തെ BJPയുടെ നിലപാടിൽ മാത്രമല്ല, ഇവിടുത്തെ സംഘപരിവാര നേതാക്കളിലും കടുത്ത ക്രിസ്ത്യൻ വിരുദ്ധ നിലപാട് പതഞ്ഞു പൊന്തി. ക്രിസ്ത്യൻ മിഷണറിമാർ വടക്കേ ഇന്ത്യയിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും വൻതോതിൽ മതപരിവർത്തനം നടത്തുന്നുവെന്നാരോപിച്ച്
ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബു രംഗത്ത് വന്നു. ഹിന്ദുക്കളെ മാത്രം ലക്ഷ്യമിട്ടാണ് മിഷണറിമാർ മതപരിവർത്തനം നടത്തുന്നത്, എന്തുകൊണ്ട് മുസ്ലിം പ്രദേശങ്ങളിൽ അവർ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്ന് ബാബു ചോദിച്ചു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ ന്യായീകരിക്കുന്നതിനൊപ്പം BJP നേതാക്കൾ കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്ന് പറഞ്ഞു നടക്കുന്നത് തെറ്റായ നടപടിയാണെന്നും ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്യുന്നതിനെതിരെ ഹിന്ദു ഐക്യവേദി ശക്തമായി നിലകൊള്ളുമെന്നും പറഞ്ഞ ബാബു കന്യാസ്ത്രീകളുടെ പ്രവർത്തനങ്ങൾ സേവനത്തിൻ്റെ പേര് പറഞ്ഞുള്ള ഹിന്ദു വിരുദ്ധ പ്രവർത്തനമാണെന്നും അത് ആസൂത്രിതമാണെന്നും പറഞ്ഞു വെച്ചു. KP ശശികലയും അധിക്ഷേപകരവും തീവ്രവർഗീയവുമായ നിലപാടുകളുമായി കളം നിറഞ്ഞു. കന്യാസ്ത്രീകളും മാവോ ഭീകരവാദികളുമായുള്ള ബന്ധം NIA അന്വേഷിക്കണമെന്ന് പറഞ്ഞ ശശികല ക്രൈസ്തവർക്കാണ് സംഘപരിവാറിനെ കൊണ്ട് ആവശ്യം, മറിച്ചാണെന്ന് ആരും കരുതേണ്ട എന്ന ഭീഷണിയും മുഴക്കി. ലഘുവായി തീർക്കേണ്ട ഒരു പ്രശ്നത്തെ ഏറ്റവും പർവ്വതീകരിച്ച് ഇല്ലാത്ത കുറ്റങ്ങൾ ചുമത്തിയിട്ട് ഇന്ത്യയിലെ കന്യാസ്ത്രീ സമൂഹത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങളെ ആകമാനം മോശമാക്കത്തക്ക രീതിയിൽ കേന്ദ്ര സർക്കാർ മാത്രമല്ലേ, ഇപ്പോൾ കേരളത്തിലടക്കം സംഘപരിവാറിൻ്റെ ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മുടെ കന്യാസ്ത്രീകളുടെ ജോലി മതപരിവർത്തനമാണെന്നാണ്. ഇതിനപ്പുറം ആക്ഷേപകരമായിട്ടൊരു കാര്യം വേറെ എന്താ ഉള്ളത്? കത്തോലിക്ക സഭ ദീപികയിൽ ഒന്നിലധികം ലേഖനങ്ങൾ എഴുതി. ബിഷപ്പുമാർ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പ്രതികരണങ്ങളുമായി പരസ്യമായി രംഗത്ത് വന്നു. ക്രിസ്മസിന് കേക്ക് തന്ന് സുഖിപ്പിച്ചിട്ട് പിന്നിലൂടെ കുത്തുകയാണല്ലേ എന്ന് ചോദിക്കാൻ ഇത്തവണ അവരിൽ ചില ആളുകൾ തയ്യാറായി. രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നു. പക്ഷേ പരിവാറിൻ്റെ നിലപാടിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും കണക്കുകൾ വർദ്ധിച്ചു വരുന്നത് മോദി സർക്കാരിന് ആ പ്രവർത്തിക്കുന്നതായ ആ തീവ്രവാദ സംഘടനകളെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നിയന്ത്രിച്ചാൽ അവർക്കൊരു പക്ഷേ അണികൾ നഷ്ടപ്പെടുമെന്നുള്ളതായിരിക്കും അവരുടെ ഭയം. ഇതൊരു മാനദണ്ഡമായിരിക്കും. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതും മുൻപോട്ടുള്ള കാര്യങ്ങൾ പോകുന്നതും സ്വാഭാവികമായി. അപ്പോൾ തീർച്ചയായും ഇവർക്ക് ലഭിക്കേണ്ടുന്ന ഒരു നീതി ലഭിക്കാതെ വരുമ്പോൾ പിന്നെ എന്ത് ചങ്ങാത്തം? ക്രിസ്ത്യാനികളുടെ വിഷയമല്ല, രാജ്യത്തിന്റെ ഭരണഘടന അപകടത്തിലായി. ഭരണഘടന പശുവിന്നു പോകുന്ന ഗതിയോട് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുള്ളത്, ഉത്തരേന്ത്യയിൽ ക്രൈസ്തവരും അവരുടെ മതപ്രബോധന അവകാശവും ആക്രമിക്കപ്പെടുന്നു എന്ന പ്രശ്നത്തിൽ കേരളത്തിൽ ഏറ്റവും വലിയ പ്രതിഷേധം ഉയർന്നു വന്ന ഒരു സന്ദർഭം ഇതാണ്. എന്നാൽ ഇപ്പോൾ മാത്രമാണോ അവിടെ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്നത്? അല്ല, ദിവസേന എന്നോണം ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ ആക്രമണം നടക്കുന്നുണ്ട്. മതപരിവർത്തന നിരോധന നിയമപ്രകാരം ജയിൽ അടയ്ക്കപ്പെടുന്നുണ്ട്, പള്ളികൾ ആക്രമിക്കപ്പെടുന്നുണ്ട്, പ്രാർത്ഥനാ സദസ്സുകളിലേക്ക് ഇരച്ചുകയറി ഭീഷണിപ്പെടുത്തുന്നുണ്ട്, കുരിശിൽ കാവിക്കൊടി കെട്ടുന്നുണ്ട്. ഇന്ത്യയിലും വിദേശത്തുമായി ഓരോ വർഷവും പുറത്തിറങ്ങുന്ന റിലീജിയസ് പെർസിക്യൂഷൻ സംബന്ധിച്ച പഠന റിപ്പോർട്ടുകളെല്ലാം ഇന്ത്യയിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ആക്രമണം വർദ്ധിച്ചു വരുന്നതായി രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അതൊരു അതിപ്രധാന വിഷയമായി ഉന്നയിക്കാനോ സമരമുഖം തുറക്കാനോ സഭാ നേതൃത്വം ഇന്നലെ വരെ തയ്യാറായിരുന്നില്ല. വോട്ട് ചോദിച്ചു വരുന്ന സുരേഷ് ഗോപിയോട് ഉത്തരേന്ത്യയിലെ ക്രിസ്തീയ വിലാപങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ, മന്ത്രി പദം കിട്ടിയ ജോർജ് കുര്യനോട് അജഗണങ്ങളുടെ അരക്ഷിതാവസ്ഥയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ഇടയ ശ്രേഷ്ഠർ നേരം കളഞ്ഞിട്ടില്ല, വല്ലാണ്ടങ്ങനെ. എന്തുകൊണ്ട്? ഒറ്റ കാരണമേ ഉള്ളൂ. ഉത്തരേന്ത്യയിൽ ആക്രമിക്കപ്പെടുന്ന അധികവും പ്രൊട്ടസ്റ്റന്റുകളാണ്. അവരുടെ സുവിശേഷ പ്രവർത്തനങ്ങളും അതിനുണ്ടാകുന്ന വിഘാതങ്ങളും ഇവിടെ കത്തോലിക്ക സഭയ്ക്ക് ഒരു പ്രശ്നമായിരുന്നില്ല. അതുകൊണ്ടാണ് നാം ദീപികയിൽ ലേഖനങ്ങളും KCBC വെബ്സൈറ്റിൽ പ്രതിഷേധക്കുറിപ്പുകളും നിരന്തരമായി കാണാതെ പോയത്. എന്നാൽ ഇപ്പോൾ അവർക്ക് കാര്യങ്ങൾ ശരിയായി മനസ്സിലായിട്ടുണ്ട്. ഹിന്ദുത്വ പരിവാരത്തിൻ്റെ ശത്രുവെന്നത് ക്രിസ്ത്യാനിറ്റിയാണെന്നും അതിൽ നിങ്ങൾ ഏത് ധാരയായാലും അവർക്കൊന്നുമില്ലെന്നും ഈ സംഭവം വെളിച്ചപ്പെടുത്തി തരുന്നു. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് മതനിരപേക്ഷ ബോധമുള്ള സകല മനുഷ്യരെയും ഞെട്ടിച്ചു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി മുതൽ MP-മാർ വരെയുള്ള സകലരും സാധാരണ മനുഷ്യരും അതിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ക്രിസ്ത്യാനികളുടെ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് മേലെയുള്ള കടന്നുകയറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കി പ്രതികരിച്ചവരിൽ എല്ലാ വിഭാഗം മനുഷ്യരും ഉണ്ടായിരുന്നു. സഭാ നേതാക്കൾ സംഘടിപ്പിച്ച പ്രതിഷേധത്തിനൊപ്പമായിരുന്നു കേരളത്തിൻ്റെ പൗരബോധം. പക്ഷേ ഈ നിർണായക സന്ദർഭത്തിൽ അവരെ വിട്ടുകളഞ്ഞ് അപ്പുറം നിന്ന ചില ഒറ്റുകാരുണ്ട്. ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ രക്ഷകർ എന്ന് പുറമേനി നടിച്ച് പരമത വിദ്വേഷം വിതറി നടന്ന കാസക്കൂട്ടങ്ങൾ, വിദ്വേഷം മാത്രം കൈമുതലാക്കിയ യൂട്യൂബർമാർ, സഭയുടെ സംവിധാനങ്ങൾ പോലും ഉപയോഗിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാസ, കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ദിവസം ആ സംഭവം അറിഞ്ഞ മട്ട് കാണിച്ചില്ല. പിറ്റേന്നും
സമ്മർദ്ദം രൂക്ഷമായതോടെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചുവെന്ന് അവകാശപ്പെട്ട് രംഗത്ത് വന്നു അവർ. പല വിഷയത്തിലും പരസ്യ പ്രതിഷേധം പോലും സംഘടിപ്പിച്ച ചരിത്രമുള്ള ആ സംഘം ഈ വിഷയത്തിൽ പരമാവധി മൗനത്തിന് ശ്രമിച്ചു. സംഘപരിവാരത്തെ അസ്വസ്ഥപ്പെടുത്താതെ വിമർശിക്കാതെ നിലകൊള്ളാൻ. അത് പിന്നെ എപ്പോഴും അവരങ്ങനെയാണ്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസിൻ്റെയും ജിഹാദികളുടെയും കൂടി സമരം ചെയ്ത് സംഘപരിവാരത്തെ പ്രകോപിപ്പിച്ചതുകൊണ്ടല്ലേ ജാമ്യം കിട്ടാത്തത് എന്ന് തുപ്പിക്കളയേണ്ട വൃത്തികേട് പറഞ്ഞു അവർ. മറുനാട്ടിലുള്ള ഒരു യൂട്യൂബർ കത്തോലിക്ക പുരോഹിതരുടെ ഏർപ്പാടുകൾ പലതും കുഴപ്പമാണെന്ന് ആരോപിച്ച് സംഘപരിവാരത്തിന് സർട്ടിഫിക്കറ്റുമായി രംഗത്ത് വന്നു. വീണ്ടും പറയുന്നത്, ഈ പ്രശ്നമുണ്ടായപ്പോൾ ഒറ്റുകൊടുത്തവർ ആരാണെന്നും ഒപ്പം നിന്ന കേരള സമൂഹം ഏതാണെന്നും വിവക്ഷിച്ച് തിരിച്ചറിയാൻ സഭാ നേതാക്കളെ നിങ്ങൾക്ക് കഴിയണം. കാസയുടെ പ്രതിവാര യോഗം കൂടാൻ പാരിഷ് ഹാൾ ചോദിച്ചു വന്നവരോട് നല്ല കാര്യത്തിനല്ലേ എന്ന് പറഞ്ഞ് സമ്മതിച്ചുവെന്ന് പറഞ്ഞ പാംപ്ലാനി പിതാവിനെ പോലെയുള്ളവർ ശരി തിരിച്ചറിയുന്ന കാലം വരുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല എന്ന് ഛത്തീസ്ഗഡിലെ പെൺകുട്ടികൾ തന്നെ പറയുന്ന ഹിന്ദി ഭാഗം മാധ്യമങ്ങൾ കാണിച്ചപ്പോൾ തനിക്ക് ഹിന്ദി അറിയില്ല എന്ന വ്യാജം പറഞ്ഞ് ഓടിയ ജോർജ് കുര്യനെ സഭ കാണണം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രസംഗങ്ങൾ മലയാളിക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ജോർജ് കുര്യൻ കന്യാസ്ത്രീകളുടെ കാര്യം ചോദിക്കുമ്പോൾ കുറ്റബോധമില്ലാതെ കള്ളം പറയുന്നു. സകല വിഷയത്തിലും അഭിപ്രായങ്ങളുമായി കളം നിറയുന്ന സുരേഷ് ഗോപി എന്ന തൃശ്ശൂരിലെ MP യെ, കേന്ദ്രമന്ത്രിയെ ഈ വഴിക്കെങ്ങും കാണുന്നില്ല. ഇനി ജാമ്യം കിട്ടിക്കഴിഞ്ഞല്ലോ, ആരും അറിയാതെ താൻ പിൻവാതിലൂടെ ഇടപെട്ടിരുന്നു എന്ന അവകാശവാദവുമായി ഇനിയുള്ള മണിക്കൂറുകളിൽ വരുമായിരിക്കും. എന്നാലും ഓർത്തുവെക്കേണ്ട മൗനങ്ങളെ നാം സ്മൃതിയിൽ നിന്ന് വിട്ടുകളയരുത്. എല്ലാവരും സംസാരിക്കുന്നത് കന്യാസ്ത്രീകളുടെ ജാമ്യത്തെക്കുറിച്ചാണ്. ജാമ്യം കിട്ടിയല്ലോ, അവർക്ക് ഈ കേസിൽ ജാമ്യം മാത്രം കിട്ടിയാൽ മതിയോ? ഗുരുതരമായ കേസ് ഒഴിവാക്കാൻ രാജീവ് ചന്ദ്രശേഖർ എന്തു ചെയ്യും? രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇടപെടലിനെക്കുറിച്ച് ആൻഡ്രൂസ് താഴത്ത് പുകഴ്വാക്കു പറഞ്ഞല്ലോ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഞാൻ നന്ദി പറയുകയാണ്. ഇങ്ങനെ ജാമ്യം ലഭിക്കാൻ ഈ കേസ് തുടരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്ക് ഉപാധികളോടെയാണ് ജാമ്യം നൽകപ്പെട്ടിട്ടുള്ളത്. തെറ്റായ രീതിയിൽ ഈ കേസ് അത് എത്രയും വേഗം ക്വാഷ് ചെയ്ത് റദ്ദാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ 2 സിസ്റ്റേഴ്സിന് ജാമ്യം അനുവദിച്ചു. ജാമ്യം കിട്ടിയതിൽ സന്തോഷിക്കുന്നു. അകാരണമായി അവരുടെ മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റം കൂടി അതെഴുതി മാറ്റുന്നതിനുള്ള സംവിധാനം ഉണ്ടാകണം. കുറ്റാരോപിതർ എന്ന് പറയുന്നത് കുറ്റം ചെയ്തവർ എന്നല്ലല്ലോ. ആരോപിക്കപ്പെട്ടത് അസത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് തുറന്നു പറയാനുള്ള ആർജവത്വം ഭരണാധികാരികൾ കാണിക്കണം. വിശ്വാസ ചിഹ്നങ്ങളുമായി തെരുവിലിറങ്ങുന്ന ഒരു പുരോഹിതനും ഒരു കന്യാസ്ത്രീയും ഇനി ഒരു സാധാരണ വിശ്വാസിയും ആക്രമിക്കപ്പെടില്ല, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എന്നുറപ്പ് തരാൻ രാജീവ് ചന്ദ്രശേഖരനോ സുരേഷ് ഗോപിക്കോ കഴിയുമോ? ഇല്ല. അപ്പോൾ ജാമ്യം കിട്ടുന്നതോടെ എല്ലാം കഴിഞ്ഞുവെന്നും നീതി പൂർണ്ണമായി എന്നും ആരെങ്കിലും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിൻ്റെ പൊള്ളത്തരവും തിരിച്ചറിയേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി സംഘപരിവാരത്തിന് ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ ഒരൊറ്റ നിലപാടേ ഉള്ളുവെന്ന് എല്ലാവരും തിരിച്ചറിയണം. അത് ഗുരുജി ഗോൾവൽക്കർ എഴുതി വെച്ച സിദ്ധാന്തത്തിൻ്റെ പുറത്ത് പടുത്തുയർത്തിയിരിക്കുന്ന നിലപാടാണ്. ഹിന്ദു രാഷ്ട്രം എന്ന സങ്കല്പം ഉള്ളിൽ പേറുന്നവർക്ക് ന്യൂനപക്ഷങ്ങൾ എപ്പോഴും ഒരു തടസ്സമാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും എല്ലാം ഈ രാജ്യത്തിൻ്റെ ശത്രുക്കളാണെന്നാണ് MS ഗോൾവൽക്കർ അണികളെ പഠിപ്പിച്ചിരിക്കുന്നത്. വിചാരധാരയിൽ ഗോൾവൽക്കർ ക്രിസ്ത്യാനികളെ പ്രത്യേകമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ മതപ്രചാരണ പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ക്രിസ്തു മതത്തിൻ്റെ വ്യാപനത്തിനായുള്ള അന്താരാഷ്ട്ര പ്രസ്ഥാനത്തിൻ്റെ ഏജൻറ്റുമാരായി സ്വയം കണക്കാക്കുകയും ചെയ്യുന്നിടത്തോളം കാലം അവർ ജനിച്ച ഭൂമിയോട് കൂറുള്ളവരായിരിക്കില്ല എന്നാണ് ഗോൾവൽക്കർ പറയുന്നത്. അവരുടെ പൂർവികരുടെ പൈതൃകവും സംസ്കാരവും അംഗീകരിക്കാത്തിടത്തോളം കാലം അവർ ഇവിടെ ശത്രുക്കളായി തുടരും. ശത്രുക്കളായേ അവരെ പരിഗണിക്കാൻ കഴിയൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വാചകങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട ജനക്കൂട്ടമാണ് ഇന്ന് ക്രൈസ്തവ വിശ്വാസികളെ, കന്യാസ്ത്രീകളെ, പുരോഹിതരെ രാജ്യത്തെമ്പാടും വേട്ടയാടുന്നത്. അവർ വെറുതെ അങ്ങ് പിന്തിരിയുമെന്ന് നിഷ്കളങ്കരെ നിങ്ങളാരും വിചാരിക്കരുത്. 2024 ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ 840 അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ എന്ന സംഘടന വ്യക്തമാക്കുന്നു.
ഛത്തീസ്ഗഡിൽ മാത്രം 150 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഈ വർഷത്തെ കണക്കുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒന്നോർക്കേണ്ടത് ഇവയെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടവയാണ്. അല്ലാത്തവയും ഉണ്ടാവാനുള്ള സാധ്യത നാം തള്ളരുത്. പ്രശ്നബാധിതമായ മിക്കയിടത്തും ക്രിസ്ത്യാനികൾ അവരുടെ ആരാധനാലയങ്ങൾ അടച്ചുപൂട്ടാനും ഞായറാഴ്ച പ്രാർത്ഥനകൾക്കായി ഒത്തുകൂടുന്നത് നിർത്താനും ഒക്കെ നിർബന്ധിതരായിട്ടുണ്ട് എന്ന് സംഘടനകൾ പറയുന്നു. ഫലത്തിൽ ഒരു മതസമൂഹം എന്ന നിലയിൽ പ്രാർത്ഥിക്കുന്നതിന്, അവകാശബോധത്തോടെ ജീവിക്കുന്നതിന് ഹിന്ദുത്വ ഗ്രൂപ്പുകളുടെ ഭീഷണി അവർക്ക് വിഘാതമാവുകയാണ്. മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം വിട്ടേക്കുക. ഇന്ന് ഉത്തരേന്ത്യയിൽ നടക്കുന്ന ആക്രമണങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രമായി മതം പറയുന്നതിനും ആചരിക്കുന്നതിനുമുള്ള അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. ഇത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശത്തിന് മേലെയുള്ള നേരിട്ടുള്ള കടന്നുകയറ്റമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 ഏതു മതവും സ്വതന്ത്രമായി വിശ്വസിക്കാനും ആചരിക്കാനും അതിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഭരണഘടനാപരമായ അവകാശം നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള അനുമതിയല്ല. വശീകരണത്തിലൂടെയോ ബലപ്രയോഗത്തിലൂടെയോ ഒക്കെ മതപരിവർത്തനം ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ ഇന്ത്യയിൽ മതിയായ നിയമങ്ങളുണ്ടെന്നിരിക്കെ മതപരിവർത്തന നിരോധന നിയമം എന്ന പേരിൽ BJP സർക്കാരുകൾ നിയമം ഉണ്ടാക്കിയതിന് പിന്നിൽ സവിശേഷമായ ലക്ഷ്യങ്ങളുണ്ട്. മതവും മതപരിവർത്തനവും കെട്ടുപോകാത്ത അഗ്നിയായി പശുരക്ഷാ ഗൂണ്ടാ സംഘങ്ങളെ പോലെ മതപരിവർത്തന വിരുദ്ധ സംഘങ്ങളെ സൃഷ്ടിച്ചെടുക്കാനുള്ള അജണ്ട അതിലുണ്ട്. ഗോവധ നിരോധന നിയമത്തെ എങ്ങനെയാണ് ഗോരക്ഷാ ഗൂണ്ടാ സംഘങ്ങൾ ആക്രമണത്തിനുള്ള മറയാക്കുന്നത് എന്നതുപോലെ തന്നെയാണ് മതപരിവർത്തന നിരോധന നിയമവും പ്രവർത്തിക്കുന്നത്. മോദി അധികാരമേറ്റ വർഷമായ 2014 രാജ്യത്ത് ക്രൈസ്തവർക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ രേഖപ്പെടുത്തിയ കണക്ക് 137 ഏറ്റവും അവസാനത്തിലേക്ക് വരുമ്പോൾ അത് 734 കടന്ന് 800 എത്തുന്നു. മണിപ്പൂരിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന അതിക്രമങ്ങളുടെ, ആരാധനാലയ ധ്വംസനങ്ങളുടെ കണക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പ്രത്യേകം കാണണം. ന്യൂഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഓരോ വർഷവും ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമത്തിൻ്റെ വ്യാപ്തിയും സ്വഭാവവും മാറിക്കൊണ്ടിരിക്കുന്നു, വലുതാവുന്നു. അവരുടെ ഹെൽപ്പ് ലൈനിൽ ലഭിച്ച വിവരങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള കണക്കാണ് ഓരോ വർഷവും പ്രസിദ്ധീകരിക്കുന്നത്. പുറത്തറിയാത്തതും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതുമായ, പോലീസ് കേസെടുക്കാത്തതുമായ കേസുകൾ ഇനിയും അധികമുണ്ടാകുമെന്ന് ആ സംഘടന പറയുന്നു. വിശ്വാസികൾക്ക് നേരെ നടക്കുന്ന ശാരീരിക ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ, ആരാധനാലയങ്ങൾക്കെതിരായ ഭീഷണികൾ, പ്രാർത്ഥന തടയൽ, ആരാധനാ കേന്ദ്രങ്ങൾ തകർക്കൽ, ഒപ്പം സാമൂഹിക ബഹിഷ്കരണം തുടങ്ങിയ സംഭവങ്ങളെ മുൻനിർത്തിയാണ് ഈ സംഘടന റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. 2016 226 കേസുകളും 2017 248 പെരുകി 2022 അത് 601 പുതിയ വർഷത്തിലേക്ക് എത്തുമ്പോൾ അത് 800 കവിഞ്ഞ് മുന്നോട്ട് കുതിക്കുകയാണ്. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും കർണാടകയിലുമെല്ലാം ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ ട്രെൻഡായി മാറിയിരുന്നു. കർണാടകയിൽ ഇപ്പോൾ ശമനമുണ്ടെങ്കിലും മറ്റെല്ലായിടത്തും അതിന് കുറവൊന്നുമില്ലാതെ തുടരുകയാണ്. ഛത്തീസ്ഗഡിൽ പള്ളികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ആക്രമണ ആഹ്വാനങ്ങളും വിദ്വേഷ മുദ്രാവാക്യങ്ങളുമെല്ലാം ഏറിയതായും അതിൻ്റെ എല്ലാം മുന്നിൽ പലപ്പോഴും BJP നേതാക്കൾ പോലും പ്രത്യക്ഷപ്പെടുന്നതും ക്രിസ്ത്യൻ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിലെ 8 ഗ്രാമങ്ങളിൽ ക്രൈസ്തവർക്ക് ഭ്രഷ്ട് കൽപ്പിക്കാൻ തീരുമാനമെടുത്തത് വില്ലേജ് കൗൺസിലറുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു എന്നോർക്കണം. ഈ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ക്രിസ്ത്യാനികൾ വിശ്വാസം ഉപേക്ഷിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചാലേ തുടരാൻ അനുവദിക്കൂ എന്നതായിരുന്നു നിലപാട്. അല്ലാത്ത പക്ഷം അവർ ഗ്രാമം വിടണം. തീരുമാനം അംഗീകരിക്കാൻ മടിച്ചാൽ ക്രിസ്ത്യാനികളുടെ വസ്തുവകകൾ കൊള്ളയടിക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ്. തുലവും തുച്ഛം ക്രൈസ്തവർ മാത്രമുള്ള ഗ്രാമങ്ങളിലെ ഈ ഹിന്ദുത്വ ഭീഷണി വലിയ ഭീകരാന്തരീക്ഷമാണ് അവിടങ്ങളിൽ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 22 ഒഡീഷയിലെ ഗഞ്ചം ജില്ലയിൽ അവർ ലേഡി ഓഫ് ലൂർഡ്സ് പള്ളിയിൽ പോലീസ് നടത്തിയ റെയ്ഡിനിടെ ഫാദർ ജോഷി ജോർജ് ഉൾപ്പെടെ 2 കത്തോലിക്ക വൈദികർക്കും വിശ്വാസികൾക്കും നേരെ ക്രൂരമായ ആക്രമണം നടന്നു. പോലീസ് കഞ്ചാവ് തെരച്ചിലിൻ്റെ പേര് പറഞ്ഞ് പള്ളിയിൽ അതിക്രമിച്ചു കയറി 3 പെൺകുട്ടികളെ മർദ്ദിച്ചു. ഇടപെടാൻ ശ്രമിച്ച വൈദികരെ വലിച്ചിഴച്ച് പരസ്യമായി അപമാനിച്ചു. പാകിസ്ഥാനികളെന്ന് വിളിച്ചും മതപരിവർത്തന ആരോപണം ഉന്നയിച്ചും നടത്തിയ ആക്രമണത്തിൽ ഒരു വൈദികൻ്റെ തോളല് പൊട്ടി. 62 വയസ്സുള്ള ഒരു സ്ത്രീയെയും 17 വയസ്സുള്ള അവരുടെ മകളെയും മർദ്ദിച്ചു. ആക്രമണത്തിന് ശേഷം 20 ദിവസം കഴിഞ്ഞിട്ടും പോലീസിനെതിരെ ഔദ്യോഗിക നടപടിയൊന്നും ഉണ്ടായില്ല. ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കൗൺസിൽ ഒഡീഷ DGPയോട് ഉടൻ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ പോലീസ് നടപടികളെല്ലാം വൈകിപ്പിച്ചു. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അഥവാ CBCI ഈ സംഭവത്തെ നിർഭാഗ്യകരവും അന്യായവും എന്ന് വിശേഷിപ്പിച്ചത് ഓർക്കുന്നു.
CBCIയുടെ പരാതിയിൽ പോലീസിൻ്റെ പ്രവൃത്തികൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 അഥവാ മതസ്വാതന്ത്ര്യം, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 സെഷൻ 298 പ്രകാരം വിശുദ്ധ സ്ഥലങ്ങളെ അപമാനിക്കൽ, SC/ST അതിക്രമ നിരോധന നിയമപ്രകാരം, പോക്സോ ആക്ട് പ്രകാരം ഇവയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അവരുടെ പരാതി. എന്നാൽ പോലീസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ഇപ്പോഴും ലഭ്യമല്ല. രാജ്യത്തെ ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നു എന്നത് ക്രിസ്ത്യാനികളുടെ മാത്രം പ്രശ്നമല്ല. നമ്മുടെ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കിനെതിരായ ആക്രമണമാണ് അത്. ഭരണകൂട പ്രധാനികളുടെ മൗനാനുവാദത്തോടെ അരങ്ങേറുന്ന ഇത്തരം വേട്ടകൾക്കെതിരെ ഒരുമിച്ച് ശബ്ദിക്കാൻ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട്. ഒപ്പം സ്വന്തം സമൂഹം നേരിടുന്ന അതിജീവന പ്രശ്നത്തെക്കുറിച്ച് ഉറക്കെ സംസാരിക്കാനും മതനിരപേക്ഷ ഇന്ത്യയെ ആകെ ഒപ്പം കൂട്ടാനുമുള്ള ബാധ്യതയിൽ നിന്ന് ക്രിസ്ത്യൻ മത നേതൃത്വവും മാറി നിൽക്കരുത്. വേഷം മാറി കൂടെ കൂടിയിരിക്കുന്ന വിഷക്കൂട്ടങ്ങളെ തിരിച്ചറിയാനും തള്ളിപ്പറയാനും അവർ തയ്യാറാവുകയും വേണം. ക്ഷണിക നേട്ടത്തിനായുള്ള ഒളിച്ചുകളികൾ സുസ്ഥിര സമാധാനം കൊണ്ടുവരില്ല എന്ന് നേതൃത്വം ഓർക്കണം. ഈ രാജ്യം നമ്മുടെ രാജ്യമാണ്. സമാധാനത്തോടെയും സൗഹാർദ്ദത്തോടെയും ഒരുമിച്ച് ജീവിക്കാൻ നമുക്ക് ഒരക്രമിയുടെയും ഔദാര്യം ആവശ്യമില്ല. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.